വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കും നമ്മൾ പറയാറുണ്ട്. അതിന്റെ കാരണം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഉറങ്ങുന്നതിന് മുമ്പുള്ള 45 മിനിറ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയായിട്ട്. ആഴത്തിൽ സ്പർശിക്കാന്ന് പറഞ്ഞാൽ ഒന്നിൽ നിങ്ങളുടെ മരണമായിരിക്കാം, രോഗമായിരിക്കാം, ഏറ്റവും സന്തോഷിച്ച അധികാരമെടുത്ത അവസ്ഥയായിരിക്കാം, നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം പോകുന്നു. ഈ തീറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്ന സുഷുപ്തി എന്ന് പറയുന്ന അതിനാണ്. സുഷുപ്തി അവസ്ഥ കൊണ്ട് മനസ്സ് തീർന്നു. പിന്നെ വരുന്നത് മൈൻഡ് ഇല്ലായ്മയിലേക്കാണ് കടന്നു വരുന്നത്. എപ്പോഴാണെങ്കിലും അപ്പോഴത്തെ ഇപ്പോഴല്ലേ അപ്പോൾ മിഴുങ്ങും. മിഴുങ്ങിട്ട് നല്ല ചിരിയൊക്കെ കാണിച്ച് നിങ്ങളെ എന്താ നിങ്ങളുടെ പേഴ്സണാലിറ്റി, പെർസോണ എന്ന് പറഞ്ഞാൽ മുഖംമൂടിയാണ് കാണിക്കുന്നത്. അതായത് നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരു അവസ്ഥയാണോ ശരിക്കും ഇതെന്ന് പറയുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എങ്ങോട്ടാണെന്ന് അത് പല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ചോദിച്ച ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതാണ് ധാരണ എന്ന് ഞാൻ പറഞ്ഞ സാധനം. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് ധാരണ. നമ്മൾ ഒരെണ്ണത്തിലേക്ക് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മൈൻഡ് അത് ഒരെണ്ണത്തിലേക്ക് കൊണ്ടുവരാനാണ് ധാരണ എന്ന് പറയുന്ന സ്റ്റേറ്റ്. ഏകാഗ്രമാക്കുക. ഏകാഗ്രം എന്ന് പറയുന്നത് അതാണ് ഏകാഗ്രം. ശ്രദ്ധ എന്ന് പറയുന്നത് ആ ശ്രദ്ധ അവിടേക്ക് മാത്രം കൊണ്ടുവരുന്നതിനാണ് ഫോക്കസിങ് ഉദ്ദേശിക്കുന്നത്. ആ ഫോക്കസ് നമ്മുടെ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? മനസ്സ് ചലബലാണ്. അപ്പൊ മനസ്സിനെ നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഓഷോ പറഞ്ഞിരിക്കുന്നത്? നിയന്ത്രിക്കരുത്. മനസ്സിനെ നിയന്ത്രിച്ചാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല. കാരണം മനസ്സ് അതിന്റെ ഇരട്ടി. കുരങ്ങനെ കുറിച്ച് ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ കുരങ്ങനെ കുറിച്ച് തന്നെ ചിന്തിക്കും. അതാണ് മനസ്സ്. അതിനെ നിയന്ത്രിക്കാൻ പോയാൽ അത് അതിനെ കൊതറി മാറി ഒരു ദിവസം 60,000-നും മേളിൽ ചിന്തകളാണ് ഒരു സാധാരണ മനുഷ്യനോട് കടന്നു പോകുന്നത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല അറിയാതെയാണ് കടന്നു പോകുന്നത്. ഇതിൽ എത്ര ചിന്തകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുന്നുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. വളരെ റെയർ ആയിരിക്കും. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ പോലും നമ്മൾ ചിലപ്പോ ഉള്ളില് വേറെ എന്തൊക്കെയോ ഒക്കെ പറയുന്നുണ്ടാവും. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്കത് പുറത്ത് പറയുമ്പോ എനിക്ക് പേടിയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഉണ്ടല്ലോ നമുക്ക് ചീത്ത വിളിക്കാനായിട്ട് അങ്ങനത്തെ ഒരു, അതായത് നിങ്ങളുടെ ഉള്ളിലെ സപ്രസ്ഡ് ഇമോഷൻസ് കിടക്കുകയാണ്. അടിഞ്ഞുകൂടി കിടന്ന് നിങ്ങളെ ആരൊക്കെയോ അമർത്തിയത്, നിങ്ങൾക്ക് എവിടെയോ, അതായത് ശക്തൻ അശക്തനെ കീഴ്പ്പെടുത്തി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അധികാരം മേളിൽ നിന്ന്. അത് അച്ഛൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട് ചെറുപ്പത്തിൽ, അമ്മയുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, ചേട്ടൻ്റെ നിന്ന് കിട്ടി, ചേച്ചിയുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, അധ്യാപകരുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഈ എൻവയോൺമെന്റ് മുഴുവൻ നമുക്കത് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ സപ്രസ്ഡ് ഇമോഷൻസ് ആണ്. ഇത് നമ്മൾ പ്രാർത്ഥിക്കാൻ വന്ന് നിൽക്കുമ്പോ എന്താ ഇത് പൊട്ടണ്ടേ? ഇതാണ് പൊട്ടിക്കേറി വരുന്നത്. ഈ സപ്രസ്ഡ് ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ കതിനായിക്കകത്ത് കെട്ടി അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് വെച്ച് അവിടെ ഇരിക്കുക. അതിങ്ങനെ അകത്തിങ്ങനെ പുറത്ത്. നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും തെറി പറയുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യോ? അതിനെ വീണ്ടും നമ്മുടെ പേര് ചിത്ര. ചിത്ര നല്ല ആളായിരിക്കണ്ടേ മറ്റുള്ളവരുടെ മുമ്പിൽ. അതിന് ചിത്ര എന്ത് ചെയ്യും? മിഴുങ്ങും. മിഴുങ്ങിട്ട് നല്ല ചിരിയൊക്കെ കാണിച്ച് നിങ്ങളെ എന്താ നിങ്ങളുടെ പേഴ്സണാലിറ്റി, പെർസോണ എന്ന് പറഞ്ഞാൽ മുഖംമൂടിയാണ് കാണിക്കുന്നത്. നല്ല കുട്ടി എന്നുള്ളൊരു പേര് ഉണ്ടാക്കി വെക്കും. പക്ഷെ നിങ്ങളുടെ അകത്തെന്താണ്? ഈ സാധനം അകത്ത് കിടന്ന് തിളക്കുകയാണ്. ഇത് പൊട്ടിപ്പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുള്ള ഇമോഷണൽ ക്ലെൻസിങ് ഉണ്ട്. അതിനാണ് ഓഷോ ഈ ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് ഡൈനമിക് മെഡിറ്റേഷൻ. നിങ്ങളുടെ ഉള്ളിലെ ഈ ഭ്രാന്ത് പുറത്ത് കളയണം. ചിലപ്പോഴും സമയം കിട്ടുന്നത് ചെയ്തു നോക്ക്. എവിടെയെങ്കിലും നല്ല മാസ്റ്റേഴ്സിന്റെ അടുക്കൽ തന്നെ ചെയ്യണം, അല്ലാതെ ചുമ്മാ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഈ കിടക്കുന്നത് മുഴുവൻ പുറത്തു പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ഭ്രാന്താണ് നടക്കുന്നത്. നമ്മൾ പുറത്തുള്ള ഭ്രാന്തന്മാര് പോകുന്ന കാണുമ്പോൾ പറയല്ലേ, അവൻ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവന് എന്തൊക്കെയോ പറയുന്നു, ചിരിക്കുന്നു. അവൻ എന്തെങ്കിലും യുക്തി ഉണ്ടോ അവിടെ? ഫിൽട്ടർ ചെയ്തിട്ടല്ല. അല്ല, അവൻ അന്നേരം വരുന്ന എന്താണോ അവൻ എക്സ്പ്രസ് ചെയ്യും. ശരിക്കും പറഞ്ഞ അവനല്ല ഭ്രാന്തൻ. അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ വികാരം എന്താണോ അത് അന്നേരം വരുന്നത് പ്രകടമാക്കുന്നു. അവൻ യഥാർത്ഥത്തിൽ നല്ല മിടുക്കനായ മനുഷ്യനാണ്. ഭ്രാന്തന്മാരാരാണ്? നമ്മൾ ചുമ്മാതിരിക്കുമ്പോ കൂടി നമ്മുടെ തലച്ചോറിൽ എത്രമാത്രം ചിന്തകളാണ് ചുമ്മാ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു മെജോറിറ്റി അതല്ലേ? ഒരു മെജോറിറ്റി എന്നല്ല, മെജോറിറ്റി അതാണ്. അതുകൊണ്ടാണ് അവരെ ഭ്രാന്തൻ വിളിക്കുന്നത്. അവരായിരുന്നു മെജോറിറ്റി എങ്കിലും യഥാർത്ഥ ഭ്രാന്ത് നമുക്കാണ്. കാരണം നമ്മൾ അടക്കി വെക്കുകയാണ്. അവൻ തുറന്നു വിട്ടിരിക്കുന്നു. അവന് ചിരിക്കണം തോന്നുമ്പോൾ അവൻ ചിരിക്കുന്നു, ഡാൻസ് കളിക്കണം തോന്നുമ്പോൾ അവൻ ഡാൻസ് കളിക്കുന്നു. അവന്റെ ലൈഫ് അവൻ ആസ്വദിക്കുന്നു, ആഘോഷിക്കുന്നു. ലൈഫ് ഈസ് എ സെലിബ്രേഷൻ എന്ന് ഓഷോ പറഞ്ഞിരിക്കുന്ന അതാണ്. അവൻ ആഘോഷിക്കുകയാണ്. നമ്മൾ ആഘോഷിക്കുകയാണോ? സപ്രസ് ചെയ്ത ഇമോഷനും നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ഇമോഷൻസും ഒക്കെ കാരണം നമ്മുടെ ലൈഫ് നമ്മൾ
ആഘോഷപരമായിട്ട് പോകുന്ന സമയത്തിനെ മുഴുവൻ നമ്മൾ ടെൻഷൻ അത് അടിച്ച് നമ്മൾ ഫ്യൂച്ചർ സെലിബ്രേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും പ്രസന്റ് Future നമുക്ക് ഇല്ലല്ലോ. എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഫ്യൂച്ചർ ഇല്ലല്ലോ, ഇല്ലാത്ത ഒന്നല്ലേ ഫ്യൂച്ചർ. എപ്പോഴാണെങ്കിലും അപ്പോഴത്തെ ഇപ്പോഴല്ലേ അപ്പോഴും. ഇപ്പൊ ഞാൻ പിന്നെ ചെയ്യാം എന്ന് പറയുമ്പോ ആ പിന്നെ എന്ന് പറയുന്നതാണല്ലോ അപ്പോഴത്തെ ഇപ്പോഴല്ലേ. അപ്പൊ ഫ്യൂച്ചർ ആണോ അത്? അല്ല, അതും പ്രസന്റ് ആണ്. അപ്പൊ പ്രസന്റേ ഉള്ളു. അതാണ് ഓഷോ പറഞ്ഞിരിക്കുന്നത്, പാസ്റ്റ് ഈസ് ഹിസ്റ്ററി, ഫ്യൂച്ചർ ഈസ് മിസ്റ്ററി, ഓൺലി ദ പ്രസന്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, അല്ലെ പ്രസന്റ് ഓഫ് ഗോഡ്. ഇതിൽ രണ്ടിൽ ഏത് വേണം നിങ്ങൾക്ക് എടുത്തോളൂ. ഈ പ്രസന്റേ ഉള്ളൂ ഇവിടെ. ഇവിടെ നമുക്ക് എന്ത് വേണം ചെയ്യാം. ഡാൻസ് ചെയ്യണേ ഡാൻസ് ചെയ്യാം, പാട്ട് പാടണേ പാട്ട് പാടാം. മോള് മ്യൂസീഷ്യൻ ആണ്, മോള് അത് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമില് സമയമോ കാലോ വല്ലോ ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഒന്നും അറിയില്ല. കാരണം എന്നാ, ആ ബിയോണ്ട് ദ മൈൻഡ് ആണ് അവിടെ. നിങ്ങൾ അതിനപ്പുറം ക്രിയേറ്റീവ് പവറിലാണ് അവിടെ ചെയ്യുന്നത്. അത് മനസ്സിന്റെ അപ്പുറം കടന്നിട്ടുള്ള അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആസ്വദിക്കാൻ പറയുന്നത്. ക്രിയേഷൻസ് മുഴുവൻ സോളിന്റെയാണ്, ആവർത്തനങ്ങൾ മുഴുവൻ മൈൻഡിന്റെയാണ്. ഈ സോളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മള് ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ, ഭയങ്കര ഡീപ്പായിട്ട് പോകുന്ന ഒരു സ്ലീപ്പ്, ആ ഒരു അവസ്ഥ ഒന്നും അറിയില്ലാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ സോള് പുറത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. ആ സമയത്ത് സോൾ ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മളൊന്നും അറിയാത്തത്. നമ്മുടെ സോൾ ഇവിടെ ഇല്ല അന്നേരം. അതായത് ബീറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജാഗ്രത അവസ്ഥയ്ക്ക് പറയും. നമ്മൾ ഉണർന്നിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ, നമ്മുടെ ബ്രെയിൻ വേവ്സിന്റെ സ്പീഡ് അന്നേരം ഒരു പർട്ടിക്കുലർ ഇത്ര മുതൽ ഇത്ര വരെ, ഞാൻ അത് കാണാതെ ഓർക്കുന്നില്ല എങ്കിലും അത്രയും ബ്രെയിൻ വേവ്സ് അന്നേരമാണ് ശരി തെറ്റുകളെ നമുക്ക് വേർതിരിച്ചൊക്കെ അറിയാൻ പറ്റുന്ന സമയം. അതിനെ അനലൈസ് ചെയ്യാം, വിശകലനം ചെയ്യും. അപ്പൊ ഈ സ്വപ്നത്തിലേക്ക് കിടക്കും, നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. ബ്രെയിൻ വേവ്സിന്റെ സ്പീഡ് വീണ്ടും താഴേക്ക് പോകും. ആ താഴേക്ക് പോകുന്ന അവസ്ഥയിൽ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളൊരു സ്വപ്നം കണ്ട് ഒന്ന് എന്താണ് എവിടെയെങ്കിലും യാത്ര പോകുന്നു, ഊട്ടി പോയി അവിടെ നിൽക്കുന്നതായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്വപ്നം കണ്ടത്. എനിക്ക് ഊട്ടി ഇപ്പൊ വേണ്ട, എനിക്കിപ്പോ കൊടൈക്കനാൽ മതി എന്ന് പറഞ്ഞ സ്വപ്നത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല. ഇല്ല, അതാണ് അത് ഓർമ്മ വെക്കാനുള്ള ബ്രെയിൻ വേവ്സിന്റെ സ്പീഡേ അന്നേരം ഉള്ളൂ. അതാണ് ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ആൽഫ സ്റ്റേറ്റിൽ കാണുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്, നമ്മള് പകല് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണോ, ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇവിടെ സ്വപ്നങ്ങളായിട്ട് മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇത് ഉറക്കത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് ആൽഫ സ്റ്റേറ്റ്. അതായത് സ്വപ്നം, ജാഗ്രത, സ്വപ്നം. ദെൻ ഡീപ്പർ ലെവലിലേക്ക് പോകുന്ന ഇതുണ്ട്, ഉറക്കമുണ്ട്, കുറച്ചുകൂടെ തീറ്റ എന്ന് പറയും. അവിടെ ആരെങ്കിലും ഒക്കെ ഒന്ന് മുട്ടി വിളിച്ചാലൊക്കെ നമ്മൾ അറിയും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഗാഠത്തിലായിരിക്കും ഉറക്കം. ഇവിടെയും നിങ്ങൾ സ്വപ്നമൊക്കെ കാണാറുണ്ട്, പക്ഷെ അത് വേറെ തലത്തിലാണ് സ്വപ്നം. രാജകുമാരിയായിട്ട് വലിയ ഗർത്തത്തിലോട്ട് പോകുന്നു, കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നു, പാമ്പ് കൊത്താൻ വരുന്നു, കള്ളനിട്ട് ഓടിക്കാൻ വരുന്നു, കുത്താൻ വരുന്നു, ഇങ്ങനെയൊക്കെ പല സാധനങ്ങളുണ്ടാവും. ഇതെല്ലാം മനസ്സിന്റെ ചിത്തം എന്ന് പറയുന്ന ഭാഗത്ത് കിടക്കുന്ന നമ്മുടെ മുൻ ജന്മങ്ങളുടെ അനുഭവങ്ങളാണ്. ഈ ജന്മമായിട്ട് കണക്റ്റഡ് അല്ല. അത് ആഴത്തിൽ നമ്മൾ പോയി മനസ്സ് എവിടേക്ക് ചെയ്യുന്നു, അടുത്ത തലത്തിലേക്ക് മൈൻഡ് ചെയ്യുന്നു. അവിടെയാണ് ചിത്തസ്മൃതികൾ കിടക്കുന്നത്. ഈ സ്മൃതികളിൽ നിന്നാണ് ഈ ആഴത്തിലുള്ള സ്വപ്നങ്ങൾ കടന്നു വരുന്നത്. പലപ്പോഴും ഗർത്തത്തിലേക്ക് പോകുന്നത് പലർക്കും അനുഭവമുള്ളതാണ്. ഈ ഗർത്തത്തിലേക്ക് പോകാന്ന് പറയുന്ന ധ്യാനാവസ്ഥ എവിടെയൊക്കെ ശ്രമിച്ചപ്പം അവനെല്ലാം വിട്ട് ബിയോണ്ട് ദ മൈൻഡ് എന്ന് പറയുന്ന അവസ്ഥ കിട്ടിയപ്പം അതൊരു പോക്കാ. ആ ഒരു പോക്കിനെയാണ് അവരാണ് ഭയന്നിട്ട് ചാടിയൊക്കെ എഴുന്നേക്കുന്നൊക്കെ, എങ്ങോട്ടോ വീഴുകയാണെന്നൊക്കെ കരുതിയിട്ട്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ അകത്ത് ചിത്തസ്മൃതി. ഇവിടെ കൊണ്ട് മൈൻഡ് തീരുവാണ്. ഈ തീറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്ന സുഷുപ്തി എന്ന് പറയുന്ന അതിനാണ്. സുഷുപ്തി അവസ്ഥ കൊണ്ട് മനസ്സ് തീർന്നു. പിന്നെ വരുന്നത് മൈൻഡ് ഇല്ലായ്മയിലേക്കാണ് കടന്നു വരുന്നത്. അതാണ് ഗാഠനിദ്രയിൽ എന്ത് നടന്നാലും നിങ്ങൾക്ക് ഓർമ്മയില്ല. അതേസമയം ഈ സ്വപ്നങ്ങൾ വരെ നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. ഗാഠനിദ്രയിൽ ഇടിവെട്ടി, മഴ പെയ്ത്, ഇതൊന്നും നിങ്ങൾ അറിയില്ല. ചിലപ്പോ എടി ചിത്ര എഴുതക്കടി നിന്നെ വല്ലവരും വിളിച്ചോണ്ട് പോയാൽ കൂടെ അറിയാമല്ലോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അന്നേരം എവിടെയായിരുന്നു, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. കാരണം സോൾ ഇവിടെ ഇല്ല. അപ്പൊ സോള് നിങ്ങളുടെ ബോഡിയിൽ ചലനം വരുമ്പോ ആത്മമണ്ഡലത്തിൽ നിന്നും സിൽവർ കോഡിലൂടെ നിങ്ങളുടെ ബോഡിയിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് സിൽവർ കോഡിലൂടെ നിങ്ങളുടെ ആ സോളിന്റെ അംശം ആത്മമണ്ഡലത്തിൽ, അതാണ് നമ്മുടെ കോസ്മിക് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഗം. ആത്മമണ്ഡലം എന്ന് പറയുന്നതിനപ്പുറം ഒക്കെ മണ്ഡലങ്ങൾ, അതിനപ്പുറമാണ് തുരിയം, തുര്യാതീതം, ബ്രഹ്മാതുരിയം എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ മേലേക്ക് പോകുന്നതാണ്. പക്ഷെ നമുക്കിപ്പോ ഈ ഉറക്കത്തിന്റെ അവസ്ഥ വരെ പറയാം. ഈ മണ്ഡലത്തിൽ നിന്നിട്ടാണ് നിങ്ങളുടെ എല്ലാ രോഗങ്ങളെയും ഹീൽ ചെയ്യുന്നത്.
നല്ല സുഖമായി ഞാൻ ഉറങ്ങി എന്ന് നിങ്ങൾ പറയുമ്പോൾ ആരാണ് ഇത് അറിഞ്ഞത്? നിങ്ങൾ ആ ഗാഠനിദ്രയിൽ നിങ്ങൾ അറിയുന്നില്ല സുഖമായി ഉറങ്ങി എന്നുള്ളത്. ഇത് ആരാണ് ഇത് അറിയുന്നത്? യെസ്, നല്ല സുഖമായിട്ട് എനിക്ക് പറയാം. ആ സുഖം എന്ന് പറയുന്ന ആ സോൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്ത് ബോഡിയെ റിജുവിനേറ്റ് ചെയ്തു. അതേസമയം നല്ല ഉറക്കം കിട്ടാത്തപ്പോഴോ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ സുഖം കിട്ടുന്നുണ്ടോ? ആ റിജുവിനേഷൻ നടന്നിട്ടില്ല. ഈ സോളിന് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. തീറ്റയിൽ നിന്ന് ഉറക്കം ഡെൽറ്റയിലേക്ക് ഉറക്കം പോയില്ല. ഇതൊരു സൈക്കിളാണ്. ഒരു 2 മണിക്കൂർ നേരം ഒന്ന് ആൽഫായി വരും, തീറ്റായി വരും, ഡെൽറ്റായി വന്നിട്ട് വീണ്ടും അത് നേരെ തീറ്റായി വന്ന് ആൽഫായി വന്ന് വീണ്ടും തിരിച്ചു പോയി. ഇങ്ങനെ പല സൈക്കിളായിട്ടാണ് നമ്മുടെ ഉറക്കം. എന്നിട്ടാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആൽഫായി വന്ന് എഴുന്നേൽക്കുമ്പോഴാണ് വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കും നമ്മൾ പറയാറുണ്ട്. അതിന്റെ കാരണം പകല് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഈ ആൽഫ സ്റ്റേറ്റിൽ മനസ്സ് സൃഷ്ടിച്ച് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാധനത്തിനെ മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഈ ലാസ്റ്റ് നമ്മൾ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് വരുമ്പോൾ ഈ ആൽഫയിൽ ഉണർന്നു വരുന്നത്. അപ്പോഴാണ് നമുക്ക് അത് നമ്മുടെ മൈൻഡിൽ ഭയങ്കര ആഗ്രഹമുള്ളതായിരിക്കാം, ഭയമുള്ളതായിരിക്കാം, സംശയമുള്ളതായിരിക്കാം, ഇതൊക്കെ ഉണ്ടാവും. ചിലപ്പം ഞാൻ എല്ലാവർക്കും മനസ്സിലാകാൻ ഏറ്റവും എളുപ്പം, അന്യജാതി ഒരു പുരുഷനുമായിട്ട് ഒരു സ്ത്രീ പ്രണയിച്ചിരിക്കുക. ആ സ്ത്രീക്ക് അത് കല്യാണം നടക്കുകയല്ല എങ്കിലും ഇതിനെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ മനസ്സിന്റെ ഈ ചിന്ത ഇങ്ങനെ എങ്ങനെ കല്യാണം കഴിക്കണം ഇതിനെ മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കും കല്യാണം നടക്കുന്നതായിട്ടൊക്കെ. മനസ്സിന് സൃഷ്ടിച്ചേ പറ്റുള്ളൂ. അത് സൃഷ്ടിക്കുന്നതാണ് സ്വപ്നമായിട്ട് കാണുന്നത്. അവര് തീവ്രമായിട്ട് അത് തന്നെ വിശ്വസിച്ച് യാതൊരു സംശയമില്ലാതെ മുന്നോട്ട് പോകണേ അവരുടെ കല്യാണം നടക്കാനേ. നോ ഡൗട്ട്. അപ്പൊ നമ്മൾ നല്ല എന്തെങ്കിലും കാര്യം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പകലൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ലൈഫില് നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പുള്ള സമയത്ത് നിങ്ങളിലേക്ക് അന്നത്തെ ദിവസത്തെ എല്ലാ നെഗറ്റീവ് ചിന്തകളും കടന്നു വരും. പോസിറ്റീവ് വരാറില്ല. ഇതാണ് നിങ്ങൾ എന്തിലോട്ട് കൊടുക്കുന്നത്? ആൽഫയിലെ സ്വപ്നത്തിലേക്ക് കൊടുക്കുന്നത്. അതായത് ചിന്തകളാണ് സ്വപ്നമായി മാറുന്നത്. സ്വപ്നമാണ് പകലത്തെ ചിന്തയായിട്ട് വീണ്ടും തിരിച്ചു വരുന്നത്. ഈ രാത്രിയിൽ നിങ്ങളുടെ മൈൻഡ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തിക്കുന്ന സമയം ഈ ചിന്തകൾ എന്താണോ നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തത്, ഇതാണ് ഈ സ്വപ്നങ്ങളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. എന്നിട്ട് രാവിലെ എഴുന്നേക്കും ഇത് തന്നെയാണ് വരുന്നത്. അതാണ് നെഗറ്റീവ് ചിന്തകളുമായിട്ട് കിടക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണ്, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, മൂഡ് ഔട്ട് ആവുന്നു, ഡിപ്രസ്ഡ് ആണ്, ഡിസപ്പോയിന്റ്മെന്റ് ആണെന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലെ സീക്രട്ട് ഇതാണ്. അപ്പം നൈറ്റിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും അധികം സന്തോഷകരമായ കാര്യങ്ങള്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. അതാണ് സങ്കല്പ ശക്തി എന്ന് പറയുന്നത്. എല്ലാത്തിനും വലുത് സങ്കല്പ ശക്തിയാന്നാ പറയുക. അങ്ങനെയാണ് ഈ അഫർമേഷൻസ് ഒക്കെ. അഫർമേഷൻ എന്ന് പറയുന്ന കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇത് ഈ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന 45 മിനിറ്റ് ടൈമുണ്ട്. നമ്മൾ കിടന്നു അങ്ങോട്ട് കഴുതി. ഈ 45 മിനിറ്റ് ടൈം സബ് കോൺഷ്യസ് മൈൻഡ് വാതിൽ ഓപ്പൺ ചെയ്യുന്ന സമയമാണ്. എന്തിനാണ്? മെലാറ്റോണിൻ ഉത്പാദിപ്പിക്കണം ബ്രെയിനിലേക്ക്, എങ്കിലേ ഉള്ളൂ നമ്മൾ ഉറങ്ങുള്ളൂ. അതിന് ഈവൻ വാതിൽ തുറക്കുന്ന സമയത്ത് അകത്തോട്ട് നിങ്ങൾ വിട്ടുകൊടുക്കുന്നത് എന്ത് ചിന്തയാണോ വിത്തായിട്ട് അവിടെ കിടന്ന് ക്രിയേറ്റഡ് ആവും. ഇത് തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് 45 മിനിറ്റിനുള്ളിൽ നേരെ എല്ലാവരും എന്നാ എഴുന്നേറ്റാന്നേരം നേരെ ബാത്റൂമിൽ പോയി വെള്ളം മുഖം കഴുകി പല്ലും തേച്ചല്ല നിങ്ങളുടെ ബ്രെയിന് എത്രയും പെട്ടെന്ന് സ്പീഡാക്കാനാണ് നോക്കുന്നത്. അതിന് പകരം നിങ്ങൾ എഴുന്നേറ്റാൽ ഉടനെ നിങ്ങൾ കണ്ണടച്ച് ഒരു ധ്യാനാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് എന്താണോ വേണ്ടിയത് അതിനെ ഒരു സ്വപ്നം, അതാണല്ലോ നമ്മുടെ അബ്ദുൽ കലാംജി പറഞ്ഞിരിക്കുന്നത്, ഡ്രീമിങ് ഡ്രീമിങ് ഡ്രീമിങ്. നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതല്ല, നിന്റെ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, പിന്നെയോ നിന്റെ ഉറക്കത്തെ കെടുത്തതായിരിക്കണം നിന്റെ സ്വപ്നം എന്ന് പറയുന്നത്. അത്രയ്ക്ക് തീവ്രമായിട്ട് അതിനെ ആഗ്രഹിക്കണം, അതിനെ സ്വപ്നമായിട്ട് കാണണം. അന്നേരമാണ് ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡ് രാവിലെയും ഈ 45 മിനിറ്റ് ഓപ്പൺ ചെയ്യും. ഇത് ഓപ്പൺ ചെയ്യുന്നത് എന്തിനാണ്? സെറിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കണം, നമുക്ക് ഊർജ്ജം തരണം. ഈ മെലാറ്റോണിന്റെ ഒരു മങ്ങിച്ച കാരണം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളൊരു ഊഷ്മളത ഇല്ലായിരിക്കും. അപ്പൊ 45 മിനിറ്റിന് ഇങ്ങനെ തുറന്നു കൊടുക്കും ബ്രെയിനിലേക്ക് സെറിറ്റോണിനെ കൊടുക്കാനായിട്ട്. ഈ തുറന്നു നിൽക്കുന്ന സമയത്ത് എന്താണ് അകത്തോട്ടിരുന്നത്? ഈ വിത്തും എന്തായി മാറും? യാഥാർത്ഥ്യമായി മാറും. അതാണ് നൈറ്റിൽ കിടക്കാൻ നേരം എല്ലാവരും സീരിയലും കണ്ടിട്ട് ആ സീരിയലിൻ്റെ അകത്ത് ഇമേജസ്, ഇംപ്രഷൻസ്, ഈ പറയുന്ന സാധനം എല്ലാം കൂടെ വാരി കോരി അകത്തോട്ടിട്ട് അവിടെ കിടന്ന് അത് നമ്മുടെ ജീവിതവുമായിട്ട് മിക്സ് ചെയ്ത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ഇംപ്രഷൻസ് ഉണ്ടാവും. അതിന് പകരം നിങ്ങൾ സീരിയൽ കാണണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കണ്ടോ, സിനിമ കണ്ടോ, എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സിനിമ നിങ്ങൾ കാണണം. നിങ്ങളുടെ സിനിമ കണ്ടിട്ടേ കിടക്കാം. ക്ലിയർ ആയോ? ഇതുപോലെ ഒരു സംശയം കൂടി ഉണ്ടായിരുന്നു. അതായത് നമ്മള് ആൽഫയിലാണോ എന്ന് എനിക്ക് നേരത്തെ പറഞ്ഞു വന്നപ്പോ പേര് മാറിയിട്ടുണ്ടാവും. ആൽഫയിലാണോ ബീറ്റയിലാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ സ്വപ്നം കാണുമ്പോൾ ബീറ്റ ഉണർന്നിരിക്കുമ്പോഴാണ് ആൽഫ തീറ്റ ഡെൽറ്റ ആണ് ഉറക്കം.
ഓക്കെ, ഇപ്പൊ ആൽഫയിലും തീറ്റയിലും നമ്മൾ കാണുന്ന സ്വപ്നങ്ങള് ചിലപ്പോ ലോജിക്ക് ഇല്ലാത്ത രീതിയിൽ വരാറുണ്ടല്ലോ. ആൽഫയിൽ ലോജിക്ക് ഇല്ലാത്ത വരില്ല. കാരണം ലോജിക്ക് ഇല്ലാത്ത വരും ഈ പറയുന്ന മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് മുജ്ജന്മായിട്ട് ബന്ധം? ഇല്ല, അത് താഴേക്ക് പോകണം. അത് താഴേക്ക് തീറ്റയിൽ ചെല്ലുമ്പോൾ മുജ്ജന്മമായിട്ട് കണക്റ്റഡ് ആകുന്നത്. അത് നമുക്ക് എന്തെങ്കിലും സിംബിളൈസ് ചെയ്ത് തരുമോ? അതെങ്ങനെയാണ്? അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, മുൻജന്മങ്ങളുടെ അനുഭവങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ രാജകുമാരി ആയിരുന്നായിരിക്കും കഴിഞ്ഞ ജന്മം. അതാണ് നിങ്ങൾ ആ ആഴത്തിലുള്ള സ്വപ്നത്തിൽ നിങ്ങൾ രാജകുമാരിയായിട്ട് ജീവിക്കുന്നതായിട്ടൊക്കെ കാണുന്നു, കുതിരപ്പുറത്ത് വരുന്ന പടയാളിയായിട്ട് കാണുന്നു, കുന്തത്തിന് കുത്തുകൊണ്ട് ചാകുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെ പല സാധനങ്ങൾ, അതും നിങ്ങളെ ആഴത്തിൽ സ്പർശിച്ച ഭാഗം മാത്രമേ ഉള്ളൂ തീറ്റായി കാണാൻ പറ്റുള്ളൂ. ആഴത്തിൽ സ്പർശിക്കാന്ന് പറഞ്ഞാൽ ഒന്നിൽ നിങ്ങളുടെ മരണമായിരിക്കാം, രോഗമായിരിക്കാം, ഏറ്റവും സന്തോഷിച്ച അധികാരമെടുത്ത അവസ്ഥയായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനത്തെ പർട്ടിക്കുലർ സാധനങ്ങൾ, അതായത് നോർമലി കാണില്ല. അവിടെ ആഴത്തിൽ സ്പർശിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മുൻജന്മങ്ങളുടെ അവിടെ ഈ തീറ്റ സ്റ്റേറ്റിൽ കാണാൻ പറ്റുള്ളൂ. അതിനപ്പുറം നമുക്ക് ഇറങ്ങിച്ചെല്ലാം ധ്യാനത്തിലൂടെ. അവിടെ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് അതിന്റെ നൂലുകൾ പിടിച്ചിട്ട് അതിനെ എന്തായിരുന്നു, എവിടെയാണ് ജീവിച്ചത്, എങ്ങനെയാന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഈ ധ്യാനത്തിൽ ഈ തീറ്റ അവസ്ഥയെ നമ്മൾ ഉണർന്നുണ്ട് ബോധത്തോടുകൂടി കാണുന്ന അവസ്ഥയാണ് ഈ മുൻ ജന്മങ്ങൾ കണ്ടു അറിഞ്ഞു മനസ്സിലാക്കി എന്ന് പറയുന്ന ധ്യാനത്തിന്റെ അവസ്ഥ. താങ്ക് യു സോ മച്ച്. ഞാൻ ഇന്ന് എന്റെ ഉറക്കം മെച്ചപ്പെടുത്താൻ ഞാൻ നോക്കാം. ഉറക്കമല്ല, ജീവിതം മെച്ചപ്പെടുത്താൻ നോക്കുക. കാരണം നിങ്ങളുടെ സ്വപ്നം അല്ല, നിങ്ങളുടെ സ്വപ്നം കണ്ടിട്ട് ജീവിതത്തിനെ എങ്ങനെ വേണം, നാളെ എന്തായി മാറണം, എങ്ങനെയായി മാറണം ലൈഫ് എന്നുള്ള സ്വപ്നം നിങ്ങളുടെ സിനിമ കണ്ടിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം പോകുന്നത്. കാണുന്ന ആളുകൾ ഈ ഒരു എന്താ പറയുക റുട്ടീൻ ഫോളോ ചെയ്ത് ചെയ്യാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് വളരെ ഗുണപ്രദമായിരിക്കും. ആരും എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഉറങ്ങുന്നതിന് മുമ്പുള്ള 45 മിനിറ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയായിട്ട്. എനിവേ, താങ്ക് യു വെരി മച്ച്.